السلام عليكم ورحمة الله وبركاته. الحمد لله رب العالمين، والصلاة والسلام الأتمان الأكملان على المبعوث رحمة للعالمين وعلى آله وصحبه أجمعين. أما بعد. സഹോദരന്മാരെ, ജക്കാത്തുക്ക് ಸಂಬಂಧಪಟ್ಟ ವಿಷಯಂಗೈಟಿಕ್ಕೆ ನಂಗೆ പഠിച്ചോ ಬನ್ನಂಟು ಉಳ್ಳದು. ಇದಕ್ಕೆ മുന്നത്തെ ക്ലാസ്സിൽ ഞങ്ങൾ മനസ്സിലാക്കിയതുപോലെ 4 കാര്യത്തിലേറ്റിക്കറ് ജക്കാത്ത് കൊടുക്കുകയുള്ളേച്ചുണ്ട്. ഒന്ന്, ജാനുവാറിലേറ്റിക്കറ്, അതായത് ഒണ്ട, അതേപോലെ ആട്, പയ്യ്, ഇങ്ങനത്തെ ജക്കാത്ത് കൊടുക്കുക നിർബന്ധമായിട്ടിക്കറ് ചൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി. അത് എത്ര ഇന്നെങ്കിൽ ജക്കാത്ത് കൊടുക്കുന്നു ചൊണ്ടെല്ലാം ഞങ്ങൾ ಇದಕ್ಕೆ മുന്നത്തെ ക്ലാസ്സിൽ മനസ്സിലാക്കി. അതേപോലെ രണ്ടാമത്തേതായിട്ട് ഞങ്ങൾ ചൊന്നത് കൃഷിയിലുള്ള ജക്കാത്ത്, അതായത് ഉപവും കൃഷി ചൊല്ലുമ്പോൾ ധാന്യങ്ങം, അതേപോലെ ഫലങ്ങം, ഫ്രൂട്ട്സുങ്ങം, അതിലേതിൽ ജക്കാത്ത് കൊടുക്കുകയുള്ളേ ചൊണ്ടും അതും ഞങ്ങൾ മനസ്സിലാക്കി. മൂന്നാമത്തേതായിട്ട് കറൻസിൽ ജക്കാത്ത് കൊടുക്കുകൊണ്ട് ചൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി. കറൻസി ചൊല്ലുമ്പോൾ നബി സല്ലല്ലാഹു അലൈഹി വസല്ലമയുടെ കാലത്തിൽ ഗോൾഡും സിൽവറായിട്ടിന്ത് ഇന്നത്. അപ്പം അതിലും ഗോൾഡും സിൽവറിലും ജക്കാത്ത് കൊടുക്കുകൊണ്ട്, അതേപോലെ ഞങ്ങളുടെ കയ്യിലുള്ള കറൻസിയിലും അത് ഗോൾഡിൻ്റെ നിസാബെത്തിയെങ്കിൽ അതിലും ജക്കാത്ത് കൊടുക്കുകൊണ്ട് ചൊണ്ട് ഞങ്ങൾ മനസ്സിലാക്കി. ഇനിയിപ്പോൾ നാലാമത്തെ ഒരു കാര്യമായിട്ടേക്ക് ഞങ്ങൾ പഠിക്കാൻ പോകേണ്ടത്, അതായത് ഒറോദോ തിജാറ ചൊണ്ട്, അതായത് ബിസിനസ്സിൽ ജക്കാത്ത് കൊടുക്കല്. അതായത് ഞങ്ങൾ ബിക്കുകയായിട്ട് സാമാൻ എടുത്ത് വെച്ചിട്ടുണ്ടെങ്കിൽ ಅದಕ್ಕೂ ജക്കാത്ത് ಕಂಪಲ್ಸರಿ ആയിട്ടിക്ക്. അതിൽ ജക്കാത്ത് എങ്ങനെ കൊടുക്കരു ചെന്നെങ്കിൽ ഉലമാക്കന്മാർ ചൊല്ലാറ്, ഇപ്പോൾ ഉദാഹരണക്ക് ഞങ്ങൾ മുഹറം 1 ഞങ്ങൾ ബിസിനസ് സ്റ്റാർട്ട് ആക്കിയാണ്ട് വിചാരിക്കുക. നെക്സ്റ്റ് മൊഹറംക്ക് ഒരു വർഷമാവും. നെക്സ്റ്റ് മൊഹറം എന്നാകുമ്പോൾ ഞങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്ക്, അതായത് എത്ര സാമാൻ ഞങ്ങളെ അങ്ങാട്ടിലുണ്ടോ അതിൽ മാർക്കറ്റ് റേറ്റ് എത്ര ചുണ്ട് നോക്കിയിട്ട് കണക്കാക്കും. എത്ര സാമാൻ ഞങ്ങളിലുണ്ട് അതിൽ മാർക്കറ്റ് റേറ്റ് എത്ര ചുണ്ട് നോക്കിയിട്ട് കണക്കാക്കും. അപ്പോൾ സാമാനത്തെ റേറ്റ് മാത്രം കണക്കാക്കൂ. ചിലപ്പോൾ ഞങ്ങൾ ബിസിനസ് ആക്കുമ്പോൾ അവിടെ മെഷീനിക്കൂ, ടേബിളിക്കൂ, അതിലേതും കണക്കൂട്ടಗಿಲ್ಲ. ಖಾಲಿ ಸಾಮಂತೆ ಬಿಕ್ಕುಗೈಟ್ ಬೆಚ್ಚಗೆಂಕಿತ್ತ ಸಾಮಂತೆ ಮಾತ್ರ ರೇಟ್ ಕಣಕ್കൂട്ടും. എത്ര അതിലെല്ലാം കണക്കൂട്ടണം. എത്ര അവിടെ ചൊണ്ട് നോക്കണം. അണ്ടത്തെ മാർക്കറ്റ് റേറ്റ് എത്ര ഉണ്ട്, എത്ര ಅದಕ್ಕೆ ರೇಟ್ കിട്ടുക, അതിൽ നോക്കിയിട്ട് അതിലെ കണക്കൂട്ടണം. അതിൽ പിന്നെ കുറേ ഞങ്ങൾക്ക് ബിസിനസ് ചൊല്ലുമ്പോൾ കിട്ടുക ഇക്കരെങ്കത്തെ പൈസ ഇക്കും. ആൾമാർ സാമാൻ എടുത്ത് പോയിട്ട് പിന്നെ തൻ്റെ ചൊണ്ടു കട എടുത്തിരിക്കുവാറ്, അങ്ങനെ കിട്ടണായ പൈസ ഇക്കും. അപ്പം കിട്ടുകുള്ള പൈസ ഉണ്ടുണ്ടായെങ്കിൽ അത് കിട്ടിട് ചൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷ ഉണ്ടുണ്ടായെങ്കിൽ, അതായത് ഞങ്ങൾ കേട്ടെങ്കവನು ತಂಡ ಹಂಗೆ ഞങ്ങൾ മേത്തല്ല് മടി അവൻ്റെ കേക്കൊക്കെ നല്ല ആവത്തത് കൊണ്ട് കേട്ടോണ്ടില്ല, കേട്ടെങ്കിൽ അവನು ತಂಡ അവൻ്റെ കയ്യിലുണ്ട്. അങ്ങനെ ഉണ്ടായെങ്കിൽ അതിരം ഞങ്ങൾ എന്തിനാക്കണു, കണക്ക് കൂട്ടണം. അതിരം കണക്ക് കൂട്ടണം. ഇനി അതല്ല, അത് കിട്ടിച്ചൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷയില്ല, അത് കിട്ടിച്ചൊണ്ട് ഞങ്ങൾക്ക് പ്രതീക്ഷമേ ഇല്ല ഉണ്ടായെങ്കിൽ, ഒരു ഹോപ്പേ ഇല്ല ഉണ്ടായെങ്കിൽ, അപ്പം എന്തിനാക്കോ ഇല്ല, അതിൽ കണക്ക് കൂട്ടകൂ ഇല്ലാണ്ടായിരിക്കും ഉലമാക്കന്മാർ ചൊല്ലത്. അപ്പം കിട്ടിച്ചൊണ്ട് പ്രതീക്ഷ ഉണ്ടുണ്ടായെങ്കിൽ, കേട്ടെങ്കിൽ തണ്ടുണ്ടായെങ്കിൽ അപ്പം എന്തിനാക്കണു, അതിലും കണക്ക് കൂട്ടണുണ്ടായിരിക്കും ഉലമാക്കന്മാർ ചൊല്ലത്. അതേപോലെ ബിസിനസ് ചൊല്ലുമ്പോൾ ഞങ്ങൾ കൊടുക്കാനായ പൈസ മിക്കും.
ಬೇರೆಂಕ್ ಕೊಡ್ಕೊನಾಯ ಪೈಸಂ ಇಕ್ಕು അതിലെന്താക്കുന്നു അതിൽ ലെസ് ആക്കുന്നു ചുണ്ടുലമാക്കുമാർ ചൊല്ലി അതിൽ പിന്നെ ಬಿಸ್ನೆಸ್ ಗೈಟ್ ಬನ್ನಕಂಕೆತ್ತೆ ಚಲವು ಬಿಸ್ನೆಸ್ ಹಾಕೋ ಗೈಟ್ ಬನ್ನಕಂಕೆತ್ತೆ ಚಲವಲ್ಲಿಕ್ಕು ബിസിനസ്സിലെ പേരിൽ ബന്നകಂಕೆತ್ತೆ ಚಲವಲ್ಲಿಕ್ಕು ಅಜ್ಜಂಡ್ರೆ മൈനസ് ആക്കിയിട്ട് ബാക്കിയിലെല്ലാം കണക്ക് കൂട്ടിയിട്ട് അത് ഗോൾഡ് നിസാബ് 85 ഗ്രാമിൻ്റെ ഗോൾഡ് നിസാബിಗೆ എത്ര ഉണ്ടായെങ്കിൽ അതിൽ 2.5% ജക്കാത്ത് കൊടുക്കണുണ്ടായിരിക്കും ഉലമാക്കന്മാർ പഠിപ്പാടുന്നുണ്ട്. അപ്പോൾ ക്ലിയർ ആയിട്ടിരിക്കും. അതായത് ഞങ്ങളുടെ കയ്യിലുള്ള സ്റ്റോക്കിടെ അതിലെ മാർക്കറ്റ് റേറ്റ് എത്രമ അതിലെ മാർക്കറ്റ് റേറ്റ് എത്രമ അതിലെ അത്ര കണക്ക് ಕೊಟ್ರಿ എത്ര സ്റ്റോക്ക് ഉണ്ട് അതിലെല്ലാം കണക്ക് ಕೊಟ್ರಿ പൈസത്തെ എത്ര റേറ്റ് അതിരെ അതിലെല്ലാം കണക്ക് ಕೊಟ್ರಿ അയി പിന്നെ ഞാൻ சொன்னതുപോലെ കിട്ടുകയുള്ള പൈസയും കണക്ക് ಕೊಟ್ರಿ കണക്ക് ಕೊಟ್ಟಿട്ട് അതിൽ ഞങ്ങൾ ബാരങ്ക് കൊടുക്കുകൊണ്ടുണ്ടായെങ്കിൽ അതെല്ലാം ഉണ്ടെങ്കിൽ ഞങ്ങളെ ബിസിനസ്സിൽ കുറേ ചിലവെല്ലാം ಬಂದಿട്ടുണ്ടായെങ്കിൽ ബിസിനസ്സിൻ്റെ പേരിൽ ഔത്തിരി ചിലവല്ല ബിസിനസ്സിൻ്റെ ചിലവ് ಬಂದಿട്ടുണ്ടെങ്കിൽ അർജൻറ്റ് ലെസ് ആക്കിയിട്ട് ബാക്കി കണക്ക് ಕೊಟ್ಟಿട്ട് അത് ഗോൾഡ് നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ 85 ഗ്രാം ഗോൾഡ് നിസാബ് എത്തിയിട്ടുണ്ടെങ്കിൽ ಅದಕ್ಕೆ എന്തിനാക്കണോ ജക്കാത്ത് 2.5% അതിൽ നിന്നിട്ട് കൊടുക്കണുണ്ടായിരിക്കും ഉലമാക്കന്മാർ ചൊല്ലത്. ഇത്ര ഇരിക്കൽ ഈ വിഷയത്തിൽ ചൊല്ലുകൊള്ളത്. വഹാദ വല്ലാഹു തആല അലം വസല്ലല്ലാഹു അലാ നബീന വസല്ലം സുബ്ഹാനക അല്ലാഹുമ്മ ബിഹംദിക അഷ്ഹദു അല്ലാ ഇലാഹ ഇല്ല അൻത അസ്തഗ്ഫിറുക വഅതൂബു ഇലൈക്.